വയനാട്ടിൽ കർഷകനെ ചവിട്ടിക്കൊന്ന കാട്ടാന ബേലൂർ മക്നയെ മയക്കുവെടിവെച്ച് പിടികൂടാനുള്ള ശ്രമം 9ാം ദിവസവും തുടരുന്നു. കേരള കർണാടക അതിർത്തിയിൽ നാഗർഹോള വനമേഖലയോട് ചേർന്നാണ് ആനയുള്ളത്. പുൽപ്പള്ളിയിൽ പശുക്കിടാവിനെ കടുവ കൊന്നു. പാലക്കാട് ധോണിയിലും പശുവിനെ പുലി കൊന്നു. ഡോക്ടർ അരുൺ സക്രിയയുടെ നേതൃത്വത്തിലുള്ള 25-അംഗ ദൌത്യസംഘമാണ് ബേലൂർ മക്നയ്ക്ക് വേണ്ടിയുള്ള തെരച്ചിൽ നടത്തുന്നത്. ആന കർണാടക വനത്തിലെ നാഗർഹോളി മേഖലയിലേക്ക് കടന്നുവെന്നാണ് വനം വകുപ്പ് നൽകുന്ന വിവരം. പുൽപ്പള്ളിയിലെ പോളിന്റെ മരണത്തെ തുടർന്നുണ്ടായ പ്രതിഷേധങ്ങളുടെ പശ്ചാത്തലത്തിൽ ബേലൂർ മക്നയെ പിടികൂടാനുള്ള ശ്രമം ഊർജിതമാക്കിയിട്ടുണ്ട്. അതേസമയം ഇന്നും വയനാട്ടിൽ വന്യജീവി ആക്രമണമുണ്ടായി. പുൽപ്പള്ളി ആശ്രമക്കൊള്ളിയിലാണ് ആക്രമണമുണ്ടായത്. ഐക്കരക്കുടിയിൽ എൽദോസിന്റെ തൊഴുത്തിൽ കെട്ടിയ പശുക്കിടാവിനെയാണ് കടുവ കൊന്നത്. പാലക്കാട് ധോണിയിലും പുലിയുടെ ആക്രമണമുണ്ടായി. മൂലപ്പാടത്ത് ഷംസുദ്ദീന്റെ വീട്ടിലെ പശുക്കിടാവിനെയാണ് കൊലപ്പെടുത്തിയത്. അട്ടപ്പാടിയിൽ ഇറങ്ങിയ കാട്ടാനയെ വനം വകുപ്പ് ഉദ്യോഗസ്ഥരും നാട്ടുകാരും ചേർന്നാണ് കാട് കയറ്റിയത്. സഞ്ജു പൊറ്റമലിനൊപ്പം സലാം മുഹമ്മദ്, മീഡിയ 1, കോഴിക്കോട്.